നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹിനെ വിളിക്കണമല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അത് നിസ്കാരത്തിൻ്റെ ഭാഗമായി നബി തങ്ങൾ പഠിപ്പിച്ചു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് മാത്രമല്ല, ശേഷം എന്താ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വലീൻ. നമുക്കും അല്ലാഹു സലാം ഉണ്ടാവട്ടെ. അപ്പം നമ്മൾ നമ്മോടൊക്കെ വിളിച്ചു തേടുന്നു എന്ന് ഉസ്താദ് പറയുമോ? അപ്പോൾ മാസപ്പിറവി കണ്ടാൽ ഉള്ള പ്രാർത്ഥനയിൽ കാണാം, റബ്ബി വറബ്ബുക്കല്ല. ചന്ദ്രനോട് പറയാം, റബ്ബി വറബ്ബുക്കല്ല, എൻ്റെ റബ്ബും നിൻ്റെ റബ്ബും അല്ലാഹു ആകുന്നു. ഈ ഉസ്താദിന് വേണമെങ്കിൽ എന്ത് പറയാം? ചന്ദ്രനെ കാക്കണേ എന്ന് പറയാൻ തെളിവാണ്, ഹദീസുണ്ട്, സ്വഹീഹാണ്. എന്നാൽ ഇസ്തിഗാസ എന്ന പദം അത് പരിശുദ്ധ ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ വന്ന സന്ദർഭങ്ങളുണ്ട്. ഇസ്തആന എന്ന പദം വന്ന സന്ദർഭങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇസ്തആദ ശരണം തേടുക എന്ന പദങ്ങൾ വന്ന സന്ദർഭങ്ങളുണ്ട്. അതിൽ ഏത് പരിശോധിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗാസ തേടാനും ഇസ്തിആനത്ത് നടത്താനും ഇസ്തിആദ നടത്താനുമുള്ള ആഹ്വാനങ്ങളും കൽപ്പനകളുമാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലുന്ന അവസാന ഭാഗങ്ങൾ, ആ ഭാഗത്തിൽ വന്നൊരു ചർച്ചയാണ് ഇന്നത്തെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നതിനു പകരം വികലമായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുവാൻ സമസ്ത വിഭാഗങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥനയും സഹായാഭ്യർത്ഥനയും ഒക്കെ ചെയ്യാൻ തെളിവുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ വന്ന കാര്യങ്ങൾ. നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. നിസ്കാരത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. മുഴുവൻ കാഴ്ചകളും അല്ലാഹുവിന് സമർപ്പിച്ചതിന് ശേഷം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. നബി തങ്ങൾക്ക് ഡയറക്റ്റ് സലാം പറയുന്നു. ഇവിടെ എല്ലാ പുത്തൻവാദികളും എന്ന് പറയുന്നത് എന്താണ്? മരിച്ചുപോയവരെ വിളിക്കാൻ പറ്റൂല, അതേ വഫാത്തിന് മുമ്പ് വിളിക്കാൻ, ശേഷം വിളിച്ചുകൂടാ. എങ്കിൽ നിസ്കരിക്കൽ എങ്ങനെയാണ് സുഹൃത്തേ? നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹിനെ വിളിക്കണമല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. മൗലവി കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. നിസ്കാരത്തിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നുള്ളത് നബിയോട് നേർക്ക് നേരെ സലാം പറയുന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ബാലിശമായ ഒരു തെളിവാണ് ഇദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത് എന്ന് എല്ലാവരേക്കാളേറെ അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടാൻ യാതൊരു തെളിവുമില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്ന് തിരഞ്ഞുപിടിച്ച് അതിനടത്തിയെടുത്ത് സ്വന്തമായ കുറേ പൊടിപ്പും തൊങ്ങലും വെച്ച് വലിച്ചു നീട്ടി തെളിവാക്കി മാറ്റാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി. അള്ളാഹുവിന് പുറമെ മറ്റൊരു ആരാധ്യനെ വല്ലവനും ദുആ ചെയ്യുന്നുവെങ്കിൽ അവൻ അതിന് യാതൊരു തെളിവുമില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ പിന്നെ തെളിവാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതൊക്കെ യഥാർത്ഥത്തിൽ തെളിവല്ല എന്ന് യാതൊരു സംശയം നമുക്കാർക്കുമില്ല. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞത് നിസ്കാരത്തിൽ നബിയെ വിളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അള്ളാഹുലത്ര വിളിക്കാം, തെളിവാണ് ഈ ഒരു തേട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. യഥാർത്ഥത്തിൽ ഈ ഒരു സലാം, അത്തഹിയാത്തിൽ നബി അഭിസംബോധന ചെയ്യുന്ന സലാം, ഇത് പഠിപ്പിച്ചതാരാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയുടെ അത്തഹിയാത്തിൽ നബിയാണ് ചൊല്ലിയത്. അതെ. അപ്പം നബിതങ്ങൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ നബിതങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നു. അപ്പം നബി സ്വന്തത്തോട് തന്നെ വിളിച്ചു തേടി എന്നാണോ ഇദ്ദേഹം അത് ന്യായം പറയുക? ഈ നബി ഇമാമ നിൽക്കുമ്പോൾ സഹാബിമാർ മുന്നിലേറ്റുണ്ട്. ഇവിടെ നബിയും സഹാബിമാരും ഇതേ കാര്യം പറയുന്നു. ഇത് ജീവിതകാലത്ത് സലാം പറയുന്ന അതേ വകുപ്പും അതേ ഹുക്കുമുമാണിതെങ്കിൽ പ്രതികളുടെ സഹാബിമാർ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു പറയുമ്പോൾ മുമ്പിലെ നബിക്ക് ഇത് മടക്കൽ നിർബന്ധമല്ലേ? വലൈക്കും അസ്സലാം എന്ന് പറയണ്ടേ? അതുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു പ്രത്യേകമായ നബിക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന എന്നതാണ്.
അത് നിസ്കാരത്തിൻ്റെ ഭാഗമായി നബി തങ്ങൾ പഠിപ്പിച്ചു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുമാത്രമല്ല ശേഷം എന്താ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വലീൻ, നമുക്കും അല്ലാഹു സലാം ഉണ്ടാവട്ടെ. അപ്പം നമ്മൾ നമ്മോടൊക്കെ വിളിച്ചു തേടുന്നു എന്ന് ഉസ്താദ് പറയുമോ? അതും പറയേണ്ടി വരില്ല. അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അസ്സലാമു അലൈനാ, അതേ പ്രയോഗമാണ്, അതേ അഭിസംബോധനയാണ്. അപ്പം നമ്മൾ നമ്മോട് തന്നെ വിളിച്ചു തേടുകയാണ് എന്ന് ഇയാൾ വാദിക്കുമോ? ഇത് സലാമിൻ്റെ വാചകമായി നബി തങ്ങൾ പഠിപ്പിച്ചു. പിന്നെ ഒരു അഭിസംബോധന വന്നു, അലൈക്ക എന്ന്, താങ്കളുടെ മേൽ ഇത് അഭിസംബോധന വന്നു. ഷെയ്ഖ് സാഹിബ് തമീർ അഹമ്മദൊക്കെ ഇഖ്തിലാഫ് സിറാത്തുൽ മുസ്തഖീം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ കാണാം, നിസ്കാരത്തിൽ ഒരാൾ നബിയുടെ സുന്നത്തിനെ പിൻപറ്റുകയും ഇത്തിബാ ചെയ്യുകയും ആ നബിയെ അത്ര തന്നെ ഓരോ ചലനത്തിലും നബി അദ്ദേഹം മാതൃകയാക്കുമ്പോൾ നബി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതി അയാൾക്കുണ്ടാവുകയും അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അലൈക്ക എന്ന മുമ്പിലുള്ള ആളോട് പറയുന്ന അതേ പദപ്രയോഗം ഇവിടെ പ്രയോഗിച്ചത് എന്ന് പോലും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാൻ കഴിയുന്നുണ്ട്. മാത്രവുമല്ല, നബിതങ്ങളുടെ സ്വഹാബത്തിൽ ചില ഇബ്നു മസ്ഊദിനെ പോലുള്ള സ്വഹാബിമാരൊക്കെ പറയുന്നു, നബിയുടെ വഫാത്തിന് ശേഷം ഞങ്ങൾ അസ്സലാമു അലൻ നബി എന്ന് പറയുമായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ചത് കാണാൻ കഴിയുന്നുണ്ട്. ഇബ്നു മസ്ഊദ് മാത്രം ചെയ്ത ഒരു രീതിയാണ്. അതൊരു സ്വഹാബിയുടെ ഇജ്തിഹാദ് ഗവേഷണമായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ കാണുന്നത്. മറ്റത് പാടില്ലാത്തത് കൊണ്ടല്ല, നബി വഫാത്തായല്ലോ, അപ്പോൾ ഇനി അലൈക്ക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അലൻ നബി എന്ന് പറയലാണ് എന്ന ഒരു സ്വഹാബിയുടെ ഇജ്തിഹാദാണ്. പക്ഷെ പൊതുവേ അതല്ല കൂടുതൽ ശ്രേഷ്ഠമായത്. നബി തങ്ങൾ പഠിപ്പിച്ചത് തന്നെ അതിൽ തന്നെ പരിമിതപ്പെടലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി അഭിസംബോധന വന്നു എന്നുകൊണ്ടൊക്കെ അത് വിളിയാണ്, അതുകൊണ്ട് വിളിക്കാൻ പറ്റും, തേടാൻ പറ്റുമെന്നാണെങ്കിൽ ഏതെല്ലാം സന്ദർഭത്തിൽ ഇത്തരം അഭിസംബോധനയുണ്ട്. ഇപ്പോൾ മാസപ്പിറവി കണ്ടാൽ ഉള്ള പ്രാർത്ഥനയിൽ കാണാം, റബ്ബി വറബ്ബുക്കല്ല, ചന്ദ്രനോട് പറയാം റബ്ബി വറബ്ബുക്കല്ല, എൻ്റെ റബ്ബും നിൻ്റെ റബ്ബും അല്ലാഹു ആകുന്നു. ഈ ഉസ്താദിന് വേണമെങ്കിൽ എന്ത് പറയാം, ചന്ദ്രനെ കാക്കണേ എന്ന് പറയാൻ തെളിവാണ്, ഹദീസുണ്ട്, സ്വഹിയാണ്, അതിൻ്റെ നമ്പറും പേജും കൂടെ പറഞ്ഞിട്ട് കണ്ടോ, റബ്ബി വറബ്ബുക്കല്ല എല്ലാ ലോകത്തും എല്ലാ മുസ്ലിങ്ങളും പറയുന്നില്ലേ എന്ന് ഇതേപോലെ പൊടിപ്പുന്നങ്ങൾ വെച്ച് പറഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ സൂര്യനോടും ചന്ദ്രനോടൊക്കെ തേടാൻ ഇതേപോലെ തെളിവുണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇനി ഇവരൊക്കെ തന്നെയും സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അവർ പറയുന്നൊരു ജവാബിൽ കാണാം, സുബഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ സ്വദഖത വ ബജർത എന്ന് പറയാനാണ് ഷാഫി മദ്ഹബിലൊക്കെ പഠിപ്പിക്കുന്നത്. നബി തങ്ങളുടെ ഹദീസിൽ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അവിടെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് തന്നെ പറയാനാണ് യഥാർത്ഥത്തിൽ തെളിവുള്ളത്. എന്നാൽ ദുർബലമായ ചില റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിലൊക്കെ സ്വദഖത വ ബജർത എന്ന് പറയണമെന്നാണ്. ആ പള്ളിയിലെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ ഇവിടുത്തെ ഷാഫി മദ്ഹബുകാരൊക്കെ മറുപടി പറയാറുള്ളത് സ്വദഖത വ ബജർത എന്നാണ്. താങ്കൾ സത്യം പറഞ്ഞു, താങ്കൾ പുണ്യം ചെയ്തിരിക്കുന്നു. ഇത് മുഅദ്ദിൻ കേൾക്കുന്നതാണോ, മുഅദ്ദിൻ അറിയുമെന്നാണോ, മുഅദ്ദിനെ വിളിച്ച് തേടലാണോ? ഇങ്ങനെ എന്തെല്ലാം സന്ദർഭങ്ങളിൽ സമാനമായ പല വിളികളും ഖുർആനും ഹദീസുമൊക്കെ കാണാൻ പറ്റും. ഒരു അഭിസംബോധന ശൈലി കാണുമ്പോഴേക്ക് ഇതൊക്കെ വിളിച്ചു തേടാൻ തെളിവാണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് നിർവാഹമൊന്നും ഇല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം. സഹോദരൻ, ഈ കാര്യങ്ങൾ ഇത്ര വ്യക്തമാണ്. അപ്പോൾ മരണപ്പെട്ടവരെ അല്ലെങ്കിൽ ഇസ്തിഗാസക്ക് വേണ്ടിയിട്ട് പല തെളിവുകളുമാണ് കണ്ടെത്തുന്നത്. എന്നാൽ ഇസ്ലാമിൽ പ്രമാണത്തിൽ എന്തെങ്കിലും ഒരു തെളിവ്, എവിടെയെങ്കിലും പ്രവാചകനിലോ അതല്ലെങ്കിൽ മുൻഗാമികളിലോ എന്തെങ്കിലും ഒരു തെളിവ് കാണാൻ സാധിക്കുമോ? ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക, ശരണം തേടുക, രക്ഷ ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പുണ്യവാളന്മാർ എന്നറിയപ്പെടുന്ന, മഹാത്മാക്കൾ എന്നറിയപ്പെടുന്ന അമ്പിയ ഔലിയാക്കളായ ആളുകളോട് സഹായം തേടാൻ എന്തെങ്കിലും ഒരു തെളിവ് ചികഞ്ഞന്വേഷിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വരുന്നൊരു രീതി പൊതുവെ ഈ മക്ബറകളും ജാറങ്ങളും ദർഗകളൊക്കെ കെട്ടിയുണ്ടാക്കി സാധുക്കളായ ആളുകളെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവരൊക്കെ നിങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇതുപോലെയുള്ള തെളിവുകളെ കണ്ടെത്തി പാമര ജനങ്ങളെ വിഡ്ഢികളാക്കുന്നൊരു രീതി പൊതുവെ സമസ്ത പുരോഹിതന്മാരിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇസ്തിഗാസ എന്ന പദം അത് പരിശുദ്ധ ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ വന്ന സന്ദർഭങ്ങളുണ്ട്. ഇസ്താന എന്ന പദം വന്ന സന്ദർഭങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇസ്താഅദ ശരണം തേടുക എന്ന പദങ്ങൾ വന്ന സന്ദർഭങ്ങളുണ്ട്. അതിൽ ഏത് പരിശോധിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗാസ തേടാനും
ഇസ്തിആനത്ത് നടത്താനും ഇസ്തിആദ നടത്താനുമുള്ള ആഹ്വാനങ്ങളും കൽപ്പനകളുമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ സൂറത്തു അംഫാലിലെ 9-ാമത്തെ വചനം, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം എന്ന് പറയുന്നുണ്ട്. ഫസ്തജാബലക്കും, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി, ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ വരുന്ന മലക്കുകളെ കൊണ്ട് അള്ളാഹു ആ വിശ്വാസികളെ സഹായിച്ചു എന്ന് കാണാം. അപ്പോൾ അവിടെ ആരോട് ഇസ്തിഗാസ തേടണം, ആരോട് ഇസ്തിഗാസ തേടി എന്ന് ഖുർആൻ പറയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ തേടിയ സന്ദർഭം. ഇതേപോലെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെയും കമാലത്തിൻ്റെയും ഒക്കെ ഇസ്മുകൾ വിളിച്ച് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ. അവിടെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാറ്റിനെയും നിലനിർത്തുന്നവനെ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് ഇസ്തിഗാസ തേടുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോട് ഇസ്തിഗാസ നടത്തണം എന്നതിന് കൃത്യമായ പ്രൂഫ് നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ ഇസ്തിഗാസ തേടുന്നു. ഇനി ഇസ്തിആനത്താണെങ്കിൽ പോലും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുള്ളൂ എന്ന് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ ഗുലാം എന്ന് വിളിച്ച് നൽകുന്ന ഉപദേശത്തിൽ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ എന്തെങ്കിലും സഹായം തേടുന്നുവെങ്കിൽ അത് അള്ളാഹുവിനോട് തേടണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് നീ നിൻ്റെ റബ്ബിനോട് ശരണം തേടണം എന്ന് പറയുന്ന കൽപ്പനകൾ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അഊദു ബില്ലാ, അള്ളാഹുവിൽ ശരണം, അള്ളാഹുവിനോട് സഹായം എന്ന് പറയുക എന്നതല്ലാത്ത ഒരു മരണപ്പെട്ടു പോയവരോട് ശരണം ആവശ്യപ്പെടുന്ന, സഹായം ചോദിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രയോഗവും നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. പിന്നീട് സ്പോട്ടിലുള്ള ഒരു വ്യക്തിയോട്, ഇപ്പോൾ ഖുർആനിൽ തന്നെ ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി എന്ന് കാണാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിലുണ്ട്, അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആ ജനവിഭാഗത്തിൽപ്പെട്ട ഒരാൾ സഹായം ആവശ്യപ്പെട്ടു എന്ന പ്രയോഗം കാണും. അവിടെ ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി എന്ന് പറയുന്നത് മുന്നിലുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെടലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് ഭാഷാപരമായി ഇസ്തിഗാസ എന്ന് പ്രയോഗിക്കും. എന്നാൽ മനുഷ്യ കഴിവുകളിൽ പെടാത്ത കാര്യങ്ങൾ പടച്ച റബ്ബിനോട് സഹായം തേടുന്ന, അപ്പോൾ ഇവിടെ തന്നെ ഇസ്തിഗാസയുടെ ന്യായം പറഞ്ഞുകൊണ്ട് മക്കളില്ലെങ്കിൽ മക്കളെ തേടുന്ന, മഴയില്ലെങ്കിൽ മഴയെ തേടുന്ന, അതേപോലെ തന്നെയുള്ള അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ഇസ്തിഗാസ എന്ന പദം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ മരണപ്പെട്ടവരോടോ അതല്ലെങ്കിൽ ഈ പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതിന് അത്തരം ഒരു പദപ്രയോഗം വന്നതായി നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം അതിൽ പറയുന്നുണ്ട്, റസൂലുള്ളയോട് ഇസ്തിആനത്ത് നടത്തി സഹായം തേടിന്ന്. ഈ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അത് മുന്നിലുള്ള പ്രവാചകനോടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് മരണപ്പെട്ടവരോട് സഹായം തേടാൻ നിങ്ങൾക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞ് പാമര ജനങ്ങളുടെ വിശ്വാസത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തകർത്ത് അവരെ നരകാവകാശികളാക്കുന്ന ക്രൂരതയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ വിഷയത്തിൽ നാം പ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത പക്ഷം പുരോഹിതന്മാരുടെ പിന്നാലെ പോയാൽ ഇസ്ലാമികമല്ലാത്ത കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും അവസാനം നരകത്തിലേക്ക് പതിക്കുകയും ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം എന്നാണ് പറയുന്നത്.